പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു മേജർ മോഷണ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുക. എൻ്റെ ഒരു ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. ഈ കേസ് എന്ന് പറയുന്നത് ഒരു അബാൻഡൻഡ് ഹൗസ്, അതായത് വീട്ടിൽ ആളില്ലാതെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ലോക്കർ കുത്തി തുറന്നു ഏതാണ്ട് 3.5 കിലോയിലധികം സ്വർണ്ണാഭരണങ്ങളും കോയിനുകളുമായിട്ടുള്ള ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കളവ് പോയതായിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്ന് ആ സമയം മുതൽ നമ്മളതിൻ്റെ പ്രോസിക്യൂട്ടിലാണ് പലവിധ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ടീം നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ഒരു റിവൈസ്ഡ് ടീം, പഴയ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഓഫീസേഴ്സും ഫ്രഷ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി. അപ്പോൾ അതിൻ്റെ ഔട്ട്കമായിട്ട് ഇതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി, അതൊരു സുഹൈൽ 50-ലധികം മോഷണ കേസിലെ പ്രതിയാണ്. ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ്. അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി, ഇയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല. എന്നിരിക്കലും ആളുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ്, അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ. പിന്നീടുള്ളൊരു മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. മനോജ് തന്നെയാണ് സുഹേലിന് ഇതിനു മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു. സുഹേലിന് നാട്ടിലെമ്പാടും കേസുകളുണ്ട്, പലയിടങ്ങളിലുമില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട്, എക്സാക്ട്ലി പറഞ്ഞാൽ കഴിഞ്ഞ 2.5 മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മൂഡിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബഹളങ്ങളില്ലാതെ വളരെ സൈലൻ്റായിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം മനോജിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കേസിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ 1ാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത്. ഇതിൽ തുടർന്നും പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ പറയാൻ കാരണം, ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു 20 ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുഹൈലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ്. മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റോറികൾ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് അക്കംപ്ലിസസിൻ്റെ കാര്യത്തിനെക്കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല. അന്വേഷണം നല്ല രീതിയിൽ അത് ഇനിയും മുന്നോട്ട് പോകേണ്ടി വരും. ആസ് ഓഫ് നൗ നമ്മളുടെ സൂചന പ്രകാരം റിക്കവറി പ്രൊസീഡിങ്സ് ലീഗലായിട്ടുള്ള നടന്നു വരുന്നേ ഉള്ളൂ. ഏതാണ്ട് 1100 ഗ്രാമോളമുള്ള സ്വർണവും സെർച്ച് പ്രകാരമുള്ളൊരു 7.5 lakhs rupees അമൗണ്ടും 2 ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. ഏകദേശം 8-9 മാസം ക്രൈം നടന്നതിന് ശേഷം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് സ്വർണ്ണമായിട്ട് തന്നെ ഈ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തുടർന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അന്വേഷണ ടീം സജ്ജമാണ്. ഇതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ് ഇനിയും റിക്കവറിയുടെ വർക്കുകൾ ഇനിയും പെൻഡിങ് ഉണ്ട്. കേസിൽ അക്കംപ്ലിസസ് ആയിട്ടുള്ള മറ്റാളുകളുണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യകതയുമുണ്ട്. അതിന് ബാക്കി വർക്കുകൾ ഞങ്ങൾ ഉടനടി ആരംഭിക്കുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയൊരു കേസ് അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് നിന്ന് പോകും എന്നുള്ളത് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നമ്മുടെ മുമ്പിലുള്ള സമയത്ത് ഇങ്ങനെയൊരു ബ്രേക്ക് ഇതിനകത്ത് ഉണ്ടായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എഫേർട്ടുകൾ ഇന്നിപ്പം അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പെർമിഷനിലാണ്. ബാക്കിയുള്ള എൻ്റെ എല്ലാ ടീം അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു സക്സസ്ഫുൾ ബ്രേക്കിലേക്ക് ഈ കേസ് എത്തിയത് എന്നുള്ളത് നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി അറിയിക്കും. ഞാൻ പറഞ്ഞല്ലോ,
ഈ പ്രതികൾ അപരിചിതരല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ കേസിലും ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏതാണ്ട് 30-40ഓളം വിവിധ കേസുകൾ ഡിറ്റക്ട് ആവുന്നുള്ളൂ. അത്ര വലിയൊരു ടീമാണ്, ഒരു 56 പേരുടെ ടീമാണ് മുൻ SP ഇതിനുവേണ്ടി ഫോം ചെയ്തത്. അതിലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും ഇവർ അന്നൊന്നും ഇത് റിവീൽ ചെയ്തിരുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ടീം എടുത്തത് ഇതിലേക്ക് വന്നതിന് ശേഷം എടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷാഡോയിങ് തന്നെയാണ്, വാച്ചിങ് തന്നെയാണ്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഇവർ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇവർ ഉപയോഗിച്ചിട്ടുള്ള, ഇവർ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഇവർ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ്, ഇതെല്ലാം പരിശോധനയ്ക്കിടയിലാണ് സർപ്രൈസിംഗ് ആയിട്ട് ഇദ്ദേഹത്തിനുള്ള ജാമ്യങ്ങൾ, അതായത് കോടതി മുഖാന്തരമുള്ള ജാമ്യം എടുക്കാനായിട്ട് മനോജ് സ്വന്തം നാട് പാലക്കാടുകാരനാണ്, ഈ നാട്ടുകാരനില്ല. ഇപ്പം നമ്മൾ എല്ലാ വിധത്തിലുള്ള അന്വേഷണം നോക്കുമ്പോൾ, കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സും അടക്കമുള്ള പലവിധ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ലിങ്ക് അഡീഷണലി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ ഒരു കാര്യത്തിലേക്കാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3 കോടതിയിലോ മറ്റോ, ചിറ്റൂര്, കൊഴിഞ്ഞാമ്പാറ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കേസുകൾ ജാമ്യം എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ബാക്ക് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ബൗണ്ടിയിൽ നിന്നുള്ള ഷെയർ ലഭിക്കാനായിട്ടുള്ള ഒരു ഓറൽ അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിനെ തുടർന്ന് ബാക്ക് വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഈ മൊത്തം ബൂട്ടിയിലുള്ള ഈ പോർഷൻ വിൽപ്പനയ്ക്ക് ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. പിന്നീട് അതിനെ തുടർന്ന് ഓഫ്കോഴ്സ് ഒരു ഹാർഡ് കോറാണ്, 50ലധികം കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ചോദിച്ചാൽ, തൃശ്ശൂരൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അറിയാം, എക്സ്ട്രീംലി ഹാർഡ് കോറായിട്ടുള്ള ക്രിമിനൽസ് തന്നെയാണ്. അവർ സോമോട്ടോ പറയത്തില്ല. അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഫൈനലി ഈ വീട്ടിൽ ഇത്രയധികം സ്വർണം സൂക്ഷിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയത് സ്വാഭാവികമായിട്ട് അവര് കുടുംബമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും കാണില്ലേ? അതിനുള്ള സാധ്യതയും ഞങ്ങൾ ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ സുഹൈൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഒരു വൈഫ് ആ ഭാഗത്ത് തന്നെ ഉള്ളതാണ്, പൊന്നാനിയിൽ തന്നെ താമസിക്കുന്നതാണ്, 2 കിലോമീറ്റർ ചുറ്റുള്ള അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യമേ ഇദ്ദേഹം ഉണ്ട്. സുഹൈൽ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു വിക്ടിമായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രവാസിയാണ്, മാസത്തിലൊരിക്കലും 2 തവണ മാത്രമൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഹിന്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം. ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങളുടെ അന്വേഷണ പരിധിയിലുള്ള സാധനമാണ്. കവർച്ചല്ല, 13-ാം തീയതി ആയിരിക്കണം കവർച്ച നടന്നിട്ടുണ്ടാവുള്ളൂ. കാരണം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലീഡ്സ് ആ ഡേറ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അന്നത്തെ അന്വേഷണത്തിനകത്തും ഡേറ്റിനെ കുറിച്ചൊരു വലിയ കൺഫ്യൂഷൻ ഞങ്ങൾക്കില്ല. പക്ഷേ എന്താണ് വ്യക്തികൾ ആരാണ് ഇതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതിന് ലോജിക്കൽ കൺക്ലൂഷൻ ഈ മോഷ്ടാവ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഷ്ടാവിൻ്റെ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ സമയത്ത് നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലും ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അതിനകത്തൊരു സംശയത്തിനുള്ള സ്കോപ്പ് കുറവാണ്. ഉണ്ട്. ഞാൻ വീണ്ടും അത് തന്നെയാണല്ലോ പറയുന്നത്. ഒരു 50ലധികം കേസുകൾ ഉൾപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ. സ്വാഭാവികമായിട്ടും അത് ഇപ്പോഴും പിടിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പോയി സുഹൈലിനെ പോയി ചോദ്യം ചെയ്തല്ല നമ്മൾ കേസ് പിടിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ പ്രതികളെല്ലാം 5 ടീമുകളായിട്ട് തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തും ഉള്ള സസ്പെക്റ്റുകളെ ഒരേ സമയം എടുത്ത് വിവിധ പോയിന്റുകളിൽ ചോദ്യം ചെയ്തിട്ടുള്ള ബ്രേക്കിങ്ങിൽ മാത്രമാണ്. അതായത് ഒരു ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോൾ മാത്രമാണ് സച്ച് ക്രിമിനൽസ് റിവീൽ. വർഷങ്ങൾക്ക് മുമ്പ് കവർച്ച നടത്തിയ പ്രതിയാണ്. ഒരുപാട് കവർച്ചകളിൽ ഈ സുഹൈൽ പങ്കാളിയാണ്. തൃശ്ശൂർ പല ജില്ലകളിലും അദ്ദേഹം ഈ പൊന്നാനിയിൽ വന്നിട്ട് താമസിക്കുന്നത് കുറെ കാലമായി. അതിന് 2 ഭാര്യമാരാണ്, ഒന്ന് തൃശ്ശൂരിലും ഒന്ന് പൊന്നാനി. ഈ കളവ് നടന്ന വീടിന്റെ മൂടുവഴിയിലൂടെ സഞ്ചരിച്ച അയാളുടെ വീട്ടിലെത്തി. അതാണ് അയാളെ ഇതിന്റെ വരുന്നത്. അത്ര വലിയൊരു പ്രതിയാണ് താമസിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോലീസും ശ്രദ്ധിക്കണ്ടേ, ഇത്രയും വലിയ കള്ളനോട് ഇല്ലെന്ന്. അങ്ങനെയാണ് ഈ കളവ് തടയാൻ പറ്റുന്നത്. അത് നമ്മൾ പരിശോധിക്കും. ഇത്ര ആഴത്തിലുള്ള ഒരു ചിന്ത നമുക്ക് പരിശോധിക്കാം. CCTV ഡയറക്റ്റ് എവിഡൻസസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഈ പറഞ്ഞ പ്രതികൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ നേരത്തെ ആയിരുന്നു. അല്ല, സ്വാഭാവികമായിട്ടും ഒരു
CCTV ക്യാമറകളുടെ പരിശോധനയിൽ നമുക്ക് പലവിധ ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ ആ സമയത്ത് യാദൃശ്ചികമായിട്ട് വന്നതായിരിക്കും, ചിലപ്പോൾ ഈ ക്രൈമിൽ ഉൾപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് ടാഞ്ചിബിളായിട്ട് ഒരു വ്യക്തിയിലോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റായിട്ട് എത്തിയാൽ മാത്രമേ അതൊരു ഡിറ്റക്ഷനിലേക്ക് വരത്തുള്ളൂ. അന്നത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് ഇന്നും ആ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രതികളിലേക്ക് എത്താൻ പറ്റുന്ന ലീഡ്സ് ഒന്നും തന്നെയുമില്ല. ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മൾ ഇവരിപ്പോഴും വിശ്വാസത്തിൽ എടുക്കാത്തതിൻ്റെ ഒരു കാരണം. ഒന്നിലധികം ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ കെൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനും സാധ്യതയുണ്ട്. അപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല ഇതോടുകൂടി തീർന്നു, അല്ലെങ്കിൽ ഇവർ പറയുന്നതും ഇവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നതും മാത്രമാണ് എൻഡ് എന്നുള്ളത്. അതുകൊണ്ട് അന്വേഷണം എടുത്ത സുഹേൽ, നാസറിനെ അല്ല, സുഹേലിനെ തന്നെ. ആസ് ഓഫ് നോ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. നാസറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നാസർ സഹകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വിഷയം. അതെ അതെ അതെ, ഒറ്റയ്ക്ക് കഴിയാൻ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അന്വേഷണത്തിന്റെ ആദ്യഘട്ടമേ ഞങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇത്ര പേര് ഇൻവോൾവ് ആണ്. ഇനി ഇതിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഒരു പരിപൂർണതയുള്ള ഉത്തരം ഇപ്പോൾ പറയാൻ കഴിയില്ല. പ്രാഥമികമായ ചോദ്യം ചെയ്യല് ഇവർക്ക് അറിയാമായിരുന്നു ഇത്രയധികം ഗോൾഡ് അവിടെ ഉണ്ടെന്ന്. അവർ പ്ലാൻഡ് ആണ്, അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥലമാണെന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. അല്ല, ഇത് വിൽപ്പനയ്ക്കുള്ള, ഇത് ഉരുക്കി വിൽപ്പനയ്ക്കുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ, അതിന്റെ സൂചനകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനി നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റേഷനും കൂടെ തിരിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മനോജിന് ഇതിലെ പ്രാഥമികമായിട്ട് ഇതിന്റെ പ്ലാനിങ്ങിനകത്ത് റോളുള്ളതായിട്ട് നമുക്ക് വെളിവായിട്ടില്ല. നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അതിന്റെ ഡിസ്പോസലിന്റെ സമയത്തുള്ള സഹായം, അപ്പൊ അതിന്റെ പങ്ക് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ റിക്കവർ ചെയ്യും. അത് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അന്വേഷണ ടീം പലയിടങ്ങളിലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുള്ള എനിക്കറിയില്ല. ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ SP സംസാരിച്ചോ എന്നുള്ളത് എനിക്കറിയാം. ടീം അന്വേഷിച്ചിരുന്നു. ഞങ്ങളുടെ ടീം ഇതേ ടീം തന്നെയാണ് അന്വേഷിച്ചിരിക്കുന്നത്. അതിനകത്ത് അവരെ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യമാണ്, റിവീൽ ചെയ്തിട്ടുള്ള ഡേറ്റ് നോക്കണം. നമുക്കൊരു സൂചനയുണ്ട്. അപ്പൊ അതൊരു ഗോൾഡ് മെർച്ചൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലല്ല, വിൽപ്പനയാണ്. അല്ലല്ല, നാട്ടിൽ തന്നെ. സ്വർണം മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പുകൾ, ഇതിന്റെ മോഡൽസ്, ലാപ്ടോപ്പ്, ഫോണുകൾ, കുറെ സ്കൂളുകളിൽ നിന്നുള്ള ഫോണുകൾ, ലാപ്ടോപ്പ് വിൽപ്പന. പാലക്കാട് ജില്ലയിലൊക്കെ കൂടുതൽ അങ്ങനത്തെ കേസുകൾ. വാഹനമോഷണമുണ്ട്. ഞാൻ നടപടിക്രമങ്ങളായിട്ടുള്ളൂ, സൂചനയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശം നടപടികളായിട്ടല്ല, നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഏതാണ്ട് 1100 ഗ്രാമോളമുള്ള ആസ് ഓഫ് നോ ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും റിക്കവറി പ്രൊസീഡിങ്സ് കഴിഞ്ഞതിന് ശേഷം ലീഗലി റിവീൽ ചെയ്യാൻ പറ്റും. 7 ലക്ഷം. അവരുടെ കണക്ക് എത്രയാണ്? 3.5 കിലോ അങ്ങനെ എന്തോ ആണ്. 350 സോവറൻസ് എന്നുള്ളതാണോ? അതെ. അവർക്കും ഇനീഷ്യൽ എഫ്ഐആറിനകത്ത് അത് കാണുന്നില്ല, എനിക്ക് തോന്നുന്നു സമയം എടുത്തു. അറിയത്തില്ല. അവരോട് ചോദിച്ചിട്ട് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലീസിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു കൺക്ലൂസീവായിട്ട് ഇത്ര പേര് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. ഒന്ന്, ഈ പീരീഡ്, ടൈം പീരീഡ് ഇത്രയും കഴിഞ്ഞേക്കണതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. എക്സാക്ട്ലി. അത് നമുക്കിപ്പം ഇങ്ങനത്തെ ക്രൈമുകൾ ഇപ്പം നമുക്ക് ഇനീഷ്യൽ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അണ്ടർഗ്രൗണ്ട് പോയതിന് ശേഷം അവരെ സ്വൈര്യവ്യവഹാരത്തിന് സമയം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ടീം ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉപയോഗിച്ചത്. ഈ സാധ്യതയുള്ള ഡിസ്പോസലിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം. അപ്പം അതിലുണ്ടാവാവുന്ന തർക്കങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് പലപ്പോഴും പുറത്ത് വരുന്ന അല്ലെങ്കിൽ ലീഡുകൾ കിട്ടാനുള്ള സാധ്യത. അത് വളരെ എഫക്റ്റീവായിട്ട് അവർ യൂസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്.
അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ ഒരു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചല്ലോ ഈ പ്രതികരിക്കാൻ ഷഡ്ഡിക്കാരൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. അത് എവിടെയാണത്? തൃശ്ശൂരിലാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ പ്രശ്നം ഈ ജോലി ചെയ്യുന്ന പ്രശ്നമുള്ളതുകൊണ്ടാണ് ഡിലേ വന്ന് അറസ്റ്റ് ഇതൊക്കെ എങ്ങനെ ഒരു എനിക്കറിയില്ല മറുപടി എന്താവും. സോറി. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ. അപ്പം പുറത്തിറക്കുന്നത് ആസ് ഓഫ് നൗ ഇല്ല. ഇത് നമുക്കറിയില്ല. ഇത് തന്നെ നമുക്ക് 4 ലക്ഷം രൂപ കവർ ചെയ്തൊരു കേസിൽ 4 ലക്ഷം രൂപ നോക്കാം. വേറെ ഏതെങ്കിലും സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധമുണ്ടോ? ഇതിപ്പം അങ്ങനത്തെ ഇതൊരു കവർച്ച എന്നുള്ളതിലുപരി ഇതൊരു ഹൗസ് തെഫ്റ്റാണ്. രണ്ട് മോഡസാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തത് ഇറ്റ് ഇസ് എ പ്രോപ്പർ റോബറി. അതായത് അതിനകത്തൊരു ആക്ഷൻ ഇൻവോൾവ് ആണ്, ഒരു ഉപദ്രവം ഇൻവോൾവ് ആണ്. നേരെ മറിച്ച് ഈ കേസ് എന്ന് പറയുന്നത് ഒരു വീട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭവനഭേദനം എന്ന് പറയുന്ന കാര്യമല്ല. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് നോർമൽ കോഴ്സിൽ കവർച്ച സംഘങ്ങളുമായിട്ടുള്ളൊരു ടൈപ്പ് കുറവാണ്. ഇതിനകത്ത് നമ്മൾ അങ്ങനെ സസ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ മോഡസ് ഉള്ള വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. ഇപ്പം നിങ്ങളിപ്പോഴും വാർത്തകളിൽ കണ്ണൂരൊക്കെ ഹാപ്പനിങ് ആയിട്ടൊന്നു നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക. ലേറ്റസ്റ്റ് കേസുകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ജ്വല്ലറിയിൽ നിന്നും 3.5 കിലോ സ്വർണ്ണമായിട്ട് ഡെയിലി വീട്ടിൽ പോയിട്ട് വരുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അവിടെയും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. ഇൻഡിവിജ്വൽസിന്റെ പ്രിക്കോഷൻസ് നമുക്കൊരു മറുപടി നാസറിന് വിൽപ്പനയിൽ പങ്കുണ്ട്. അത് ഞങ്ങൾ സ്റ്റേറ്റഡ് ആണ്. പ്ലാനിങ്ങിനകത്ത് പങ്കുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആക്ഷനിലുണ്ടോ എന്നുള്ളത് വി നീഡ് ടു വെരിഫൈ. ഇപ്പോൾ നമ്മുടെ ഉള്ളത് കംപ്ലീറ്റ് ആക്ഷനകത്തുള്ളത്. നാസറിന് പങ്ക് വരാനുള്ള സാധ്യതകളുണ്ട്. സഹകരണം കുറച്ച് കുറവാണ്. അപ്പം കസ്റ്റഡിയിലെടുത്ത് ഞങ്ങൾക്ക് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മളിപ്പം സമയബന്ധിതമായിട്ടുള്ളതെല്ലാം ചെയ്യും. ഇല്ല, മനോജിന്റെ ക്രിമിനൽ ആന്റിസിഡൻസ് ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള വെളിവായിട്ടില്ല. ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് യൂഷ്വലി ചെയ്യുന്ന ആളാണെന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് സോഫാറില്ല. പറഞ്ഞല്ലോ, അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടെത്തി ഇത് വിൽപ്പന നടത്തി കൊടുക്കാനുള്ള ഒരു അത് തന്നെ ഈ ബന്ധം. അതായത് സുഹേലിന് ജയിലിൽ വഴിയുള്ള മനോഹറിന്റെ ബ്രദർ ജയിലിൽ കിടക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു ഇപ്പൊ അറസ്റ്റഡ് ആണ്. നമ്മുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു ലിങ്ക് സോഫാർ കിട്ടിയിട്ടില്ല. അല്ല, അതില് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമില്ല. രാജീവ് ഇസ് എ നോൺ ഫിഗർ. അദ്ദേഹം വിക്ടിമിന് അദ്ദേഹത്തിന് എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അവിടെ. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി അവർ കണ്ടെത്തി. അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടേണ്ട ആവശ്യകത സുഹേലിനെ പോലെ ഒരാൾക്കില്ല. ആക്ച്വലി DVRകളെല്ലാം തന്നെ അതെല്ലാം അദ്ദേഹം നശിപ്പിക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണം ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അത് ഇതിന്റെ മോഡസ് ഇല്ല, കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഡസ് എന്ന് പറയുന്നത് ഇയാൾ ചെയ്യുന്ന മിക്കവാറും എല്ലാ ക്രൈമുകളിലും DVR എടുത്ത് നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു പ്രവണതയുള്ള ആളാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ആദ്യ അന്വേഷണത്തിനകത്ത് നമുക്ക് ആസ് ഓഫ് നൗ കഴിഞ്ഞിട്ടില്ല. കസ്റ്റഡിയിൽ എടുത്ത് കൺവിക്ഷൻ ആയിട്ടുണ്ടാണ് നോക്കിയിട്ട് പറയാം. നമുക്കൊരു ഉറപ്പ് പറയാൻ അങ്ങനത്തെ വന്നിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ അതൊന്നും വർക്ക് ചെയ്തേനല്ലോ. അങ്ങനത്തെ ബേസിക് എവിഡൻസുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിലേ വന്നത്. ഇത്രയും നല്ലൊരു ടീം അന്ന് ഇതിലും ആക്റ്റീവായിട്ട് എഫേർട്ട് എടുത്ത് കിട്ടാതിരിക്കും. കാരണം ആ ഘട്ടത്തിലുള്ള അന്വേഷണത്തിന്റെ സ്കോപ്പുകൾ കുറവാണ്. സുഹേലിന്റെ ഒരു ചരിത്രം നിങ്ങൾ ജസ്റ്റ് തൃശ്ശൂരും പാലക്കാടും അന്വേഷിച്ചറിയാം. എല്ലാ കേസുകളിലും ചെയ്യുന്നത് തന്നെയാണ്. ഒന്നുമില്ല, അവിടെ കിണറ്റിലേക്ക് ഇടും. അങ്ങനെയൊക്കെയാണ് ഒരു ഇതിന് മുന്നത്തെ ഒരു കേസിനകത്ത് റിക്കവറി DVR എടുത്തിട്ട് തൊട്ടെടുത്തിട്ടുള്ളത്. ആസ് ഓഫ് നൗ നമുക്ക് നിങ്ങളൊരു മർഡർ കേസിലെ പ്രതികളുടെ റിവലേഷൻ പോലെയൊന്നും നമുക്ക് ഇവരുടെ നിന്ന് കിട്ടില്ല. ബേസിക്കലി ബിക്കോസ് ദേ നോ ഹൗ നോട്ട് ടു റിവീൽ എന്നുള്ളൊരു സാധനം.
അപ്പം അതുകൊണ്ട് എങ്ങനെ അവർ ഇതിൽ ചൂസ് ചെയ്തു എന്നുള്ള സത്യമാണ്, ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തത്. ഈ കളക്ഷൻ നടത്തിയതിനു ശേഷം വലിയ കൂട്ടാണ് പോയത്. ആസ് ഓഫ് നൗ ആള് കേരളം വിട്ടിട്ടില്ല, നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺട്രഡിക്ഷൻസ് ഉണ്ട്, ഒരുപാട് മൊഴികളിൽ പുള്ളി പറയുന്നതും ആ സമയത്തുള്ള നമ്മുടെ അന്വേഷണത്തിനകത്തുള്ള കാര്യങ്ങളും തമ്മിൽ കുറച്ച് കോൺട്രഡിക്ഷൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ആദ്യഘട്ടം മാത്രമെന്നേ പറയാൻ കഴിയുള്ളൂ. അതതിന് ശേഷമല്ല, അല്ല ഒരു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ. കാണിക്കാമല്ലോ അല്ലേ? പിന്നെ പ്രതിഭ കാണിക്കാം. നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് 7.5 lakhs 9 lakhs ആണ്. ഏതാ പണമായിട്ടുള്ള നഷ്ടമല്ല, സ്വർണ്ണമായിട്ടുള്ള നഷ്ടം. സ്വർണ്ണമായിട്ടുള്ള ഞങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരാം, അവിടേക്ക് കൊണ്ടുവരാം. സ്വർണ്ണവും 7 ലക്ഷം